നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വൃദ്ധനായ അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം വെള്ളറടയിൽ അതിനടുക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വബോധത്തോടെയാണ് പ്രതി ഇത് ചെയ്തത് എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്തു പോയതാണെന്നും കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ല എന്നുമുള്ള മൊഴിയാണ് ഈ പ്രജിൻ നൽകിയിരിക്കുന്നത്. രാത്രി 9:30 പുറത്തുപോയി വന്ന പ്രജിൻ ഹാളിൽ കിടക്കുകയായിരുന്ന ജോസിനെ കരുതി കൂട്ടിയാണ് വെട്ടിയത്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പിന്തുടർന്ന് നിരവധി തവണ കഴുത്തിലും നെഞ്ചിലും വെട്ടി കൊലപ്പെടുത്തി. ഈ പ്രജിൻ എത്തരത്തിലുള്ള സ്വഭാവക്കാരനാണ്. അതായത് മറ്റുള്ളവരോട് ഒരു സഹകരണമില്ല, മാത്രമല്ല വീട്ടിലെത്തുമ്പോൾ വീട്ടിൽ വരുന്നവരോട് ഏത് രീതിയിലാണ് പെരുമാറിയിരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകൾ, പ്രജിനെ സ്വഭാവ രീതിയെക്കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകളൊക്കെ ഇപ്പോൾ വെള്ളറട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരള വിൻസെന്റ് നടത്തിയിരിക്കുകയാണ്. ആ പ്രതികരണത്തിലേക്ക്. പിന്നെ ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ അമ്മയെ കാണാൻ പോയപ്പോൾ അവിടെ കുഞ്ഞമ്മയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ 2-3 ദിവസത്തേക്കുമ്പോൾ അവിടെ വന്നപ്പോൾ ഇവൻ തലമെല്ലാം മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നു. എന്താ മുട്ടയടിച്ചതെന്ന് ചോദിച്ചപ്പം ഇങ്ങനെ രൂക്ഷമായി ദേഷ്യത്തെ അവരെ നോക്കിയെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ പറയുന്ന അവർക്ക് അതിൽ നിന്ന് മനസ്സിലായപ്പോൾ ഇവൻ നേരത്തെ എന്തോ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൈനയിലായിരുന്നു കൊറോണ സമയപ്പോൾ. അവിടെ നിന്ന് എല്ലാവരെയും നാട്ടിലേക്ക് വിട്ടല്ലോ. ആ സമയത്ത് വിട്ടു. ഇവിടെ നിന്ന് പരീക്ഷ ഞാനിന്ന് അറിഞ്ഞത് എക്സാം എല്ലാം കഴിഞ്ഞു, ഫീസ് എന്തോ അടയ്ക്കാനുണ്ട്. അച്ഛൻ എല്ലാ പൈസ കൊടുത്തിട്ടുണ്ട്, ഇവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവൻ ആ പൈസ അവിടെ അടച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം അവർക്ക് അങ്ങനെ സാമ്പത്തികമായി വല്ല ബുദ്ധിമുട്ടുകളിൽ പരസ്പരം പ്രശ്നങ്ങളുണ്ടായിരിക്കാം. വീടല്ലേ, കുടുംബമല്ലേ. അപ്പോൾ ഇതൊന്നും എല്ലാ കാര്യങ്ങളും പുറത്താരും പറയാറില്ലല്ലോ. ആ ഒരു വിഷയം പറയുന്നുണ്ട്. പിന്നെ അവന് എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിനാണ് ആഗ്രഹമായിരുന്നു പോലും. അവനെ നിർബന്ധിച്ചാണ് വെളിച്ചിന് വിട്ടതും. അപ്പോൾ എൻ്റെ ഭാവിയെ തകർത്തു പോയി, എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുന്നില്ല. അതങ്ങനെ പുറത്തൊന്നും അധികം നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിനോട് ഞാൻ മിക്കവാറും തൊഴിലുറപ്പ് ഇവിടെ വിളയി വയ്ക്കും. അപ്പോൾ ഇവരുടെ വീടിൻ്റെ അവിടെ കൂടിയാണ് അകത്ത് കയറി പോവേണ്ടത്, ബാക്കിൽ പോവേണ്ടത്. അപ്പോൾ അങ്ങനെ പോകുമ്പം മമ്മി ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്, ഞാൻ വിളിക്കാം എന്നാൽ പെട്ടെന്ന് ഇറങ്ങി വന്ന് വിളിച്ചിട്ട് പിന്നെ നമ്മുടെ സംസാരിക്കുകയൊന്നുമില്ല. പെട്ടെന്ന് അങ്ങ് കയറിപ്പോവും. അല്ല വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോയാലും പപ്പയില്ലേ ജോസണ്ണ ഇല്ലേന്ന് ചോദിച്ചാൽ ഓടി വന്ന് പപ്പയുടെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അങ്ങ് കയറിപ്പോവും. മറ്റുള്ളവരുമായിട്ടുള്ള അങ്ങനെ ഒരാളല്ല. അങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഒരു പൊതുവായി ഒരാൾ വന്നാൽ കുറച്ച് സംസാരിക്കുക, അവിടെ പലരും പോകുന്നതല്ലേ. അങ്ങനെ ഒരു ഇതില്ലെന്നാണ് ആൾക്കാർ പറയുന്നത്. ഞാനും പല പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോഴിവിടെ ഉണ്ടെങ്കിലും എന്ത് ചോദിക്കും, പറയുന്നതിന് ആൻസർ പറയും. മമ്മിയുണ്ടോ എന്ന് ചോദിക്കും, ഉണ്ടെന്നെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ല എങ്കിൽ ഇല്ലെന്ന് പറയും. ഒരു അത്രയേ ഉള്ളൂ. അയാൾ എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. ഇവിടെ എന്തെന്ന് പറയാൻ, അവർക്ക് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഈ മറ്റേ സലാഡ് വെള്ളരിയൊക്കെ നടുവായിരുന്നു നേരത്തെ. അപ്പോഴൊക്കെ അവിടെ വിൽക്കാൻ പോകുമ്പോഴും വാങ്ങുന്നതിനായാലും എല്ലാവരുടെ അടുത്തും നല്ല സ്നേഹത്തോടെ ഇടപെടുന്ന ഒരാളാണ്. അമ്മയും അങ്ങനെ. അമ്മയ്ക്ക് ഒരു മുമ്പിൽ ഇവന് മൂത്ത ഒരു കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചിന് ഹാർട്ടിന് എന്തോ പ്രശ്നമായി ഒരു സർജറി കഴിഞ്ഞ ശേഷം ആ കൊച്ച് മരിച്ചു പോയിരുന്നു. അപ്പോഴാ ഒരു മെൻ്റലി ഷോക്ക് ഇങ്ങനെ മാറി വരുന്ന ഒരു സമയം, അത് ആരോടും സംസാരിക്കാത്ത, അങ്ങനെ ഒരു മാനസികമായി ഒരു തളർന്ന് ആ തളർച്ചയിൽ നിന്ന് മാറി ഇവരൊക്കെ വലുതായ ശേഷമാണ് ഇതൊക്കെ റിക്കവർ ചെയ്ത് ഒക്കെ വന്നത്. അപ്പോൾ ഇപ്പോഴവരങ്ങ് ആകെ ടയർഡാണ്. കണ്ടായിരുന്നു അമ്മയെ പോയി? അവൻ ദേവി ഹോസ്പിറ്റലിലുണ്ട്. അമ്മയും അവൻ്റെ സഹോദരിയാണെന്ന് തോന്നുന്നു ഒരു കൊച്ച്. അവളെ ഇന്നലെ രാത്രി ഇവിടെ വന്നപ്പോൾ ഇവർ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞിങ്ങനെ മക്കളെ അവൾ ഇന്നലെ വരാനിരുന്നതായിരുന്നു അമ്മയെ കാണാൻ വേണ്ടി. അപ്പോൾ അവളെ ഹസ്ബൻഡ് ചെന്നൈയിലെ ഇവിടെ ആയതുകൊണ്ട് വന്നില്ല. അമ്മായി പറഞ്ഞു ഇന്ന് നാളെ പോയാൽ മതി. അപ്പോൾ ഈ കൊച്ചിൻ്റെ ഈ ജോസിൻ്റെ ഭാര്യ മോളോട് പറയുന്ന, മക്കളെ നീ വരാതിരുന്നത് നന്നായി, വന്നെങ്കിൽ ചിലപ്പോൾ നിന്നെ അവൻ കൊല്ലുമായിരുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അമ്മ അങ്ങനെ പറയില്ലല്ലോ നിന്നെയും കൊല്ലുമായിരുന്നു എന്നുള്ളത്. അമ്മ ഞാൻ ഇന്ന് രാവിലെ പോയി കണ്ടു, 9 മണിയൊക്കെ പോയി. എന്നെ കണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. എന്നെ രക്ഷിച്ചു, എന്നെ അപ്പോഴവൻ കൊന്നിരുന്നെങ്കിൽ ഞാനും അങ്ങ് പോകുമായിരുന്നു, ഞാൻ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ഇരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ കരയില്ലേ, എന്താ പറ്റിപ്പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആശ്വസിപ്പിച്ചിട്ട് പിന്നെ ഞാൻ വീട്ടിൽ പോയി. പിന്നെ അവിടെ നിന്നാണ് വന്ന ആ പയ്യനെ കാണാൻ പോയത്, സ്റ്റേഷനിൽ പോയേ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു കുസലില്ലാതെ. സാധാരണ ഒരു മാനസികമായ ഒരു വിഷമമെങ്കിലും ഇപ്പം പരിചയമുള്ള ഒരാളെ കാണുമ്പോൾ കരയാനെങ്കിലും തോന്നില്ലേ, ആ ഒരു ഒന്നും അവനില്ല.